ഗൈസ് അപ്പം ഇന്ന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ചൂടനായിട്ട് മൈസൂർ പാലസിന് മുന്നിലാണ് നിൽക്കുന്നത്. അതിന് മുന്നേ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചായ കുടിക്കാൻ പോയി. നമ്മൾ 4 ഗീ റോസ്റ്റും ഒരു പ്ലെയിൻ ദോശയും പറഞ്ഞു. ഇവിടെ സെയിം സാധനം മല പോലെ വെച്ച ഗീ റോസ്റ്റും മടക്കി വെച്ച പ്ലെയിൻ ദോശയാണ്. എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ കാർ പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ഒരുത്തൻ കണ്ണടയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന്. എന്നാൽ പിന്നെ ഒരു കണ്ണട എടുക്കാൻ നിൽക്കുമ്പോൾ അയാൾ ആ കണ്ണാടിയും പിടിച്ചു വാങ്ങിപ്പോയി. എന്തായാലും സാധനം ഞാൻ എടുത്തു. ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവനെ വെച്ച് പഠിച്ചു ചെയ്യാം. ഇപ്പോഴത്തെ ജനറേഷന് ഒരുതരം അമേരിക്കൻ കൾച്ചറാണെന്ന്. ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ഒരു സാധനം പോന്നു. ചെരുപ്പെല്ലാം കൊടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് കയറി. ഇതിന്റെ ഉള്ളിൽ ഹിന്ദിയും കന്നഡയും ഇംഗ്ലീഷിലും എഴുതിയ എന്തോ ബോർഡ് ഉണ്ടായിന്. ഞാൻ പിന്നെ അത് വായിക്കാൻ നിന്നിട്ട. കാരണം പണ്ട് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ അറിയുന്ന ഈ ആനയുടെ തലയിൽ ഒറിജിനൽ ആണെന്ന്. ഞാൻ അടുത്ത ചിത്രവും തൂണെല്ലാം അമ്പട്ടനെ പോലെ നോക്കി നടന്നു. എനിക്ക് തോന്നുന്നു ഇതാണ് പണ്ട് ഗെയിംസ് എല്ലാം നടന്നിട്ടുണ്ടായ സ്ഥലം. ഇവിടുത്തെ 2 സൈഡും ബ്ലാക്ക് പാന്തറിനെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ കസേരയൊക്കെ കാണുമ്പോൾ ഞാൻ അടുക്ക ആലോചിച്ചു പോയി, ആരെങ്കിലും വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലോ. ഈ കസേരയിലോട്ട് ഇപ്പുറത്താണെങ്കിൽ നമ്മളെ തൃശ്ശൂർ പൂരം പോലത്തെ ഒരു സാധനം ചില്ലും കൂട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ടായിരിക്കും ഇവിടുത്തെ രാജാവാൽ ഇവിടെ നടക്കുന്ന പരിപാടിയെല്ലാം നോക്കിയിട്ടുണ്ടാവാ. അയാളുടെ ഒരു പവറേ. ഇവിടെ നോക്കുമ്പോൾ ഉണ്ട് ഇവിടെ ഒരു കണ്ണാടി. എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, കണ്ണാടി എവിടെ കണ്ടാലും ഞാൻ പിക്കെടുക്കും. ശീലായി പോയി അതുകൊണ്ടാ. എന്നാൽ അന്ധകാലത്ത് ഇങ്ങനെ ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്നാൽ അവരുടെ ബുദ്ധി വിമാനം തന്നെ. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി നേരെ പാലസിന്റെ മുമ്പിലേക്ക് പോയി. ഇവിടെ എത്തേണ്ട താമസം അച്ഛനമ്മയും പിക്കെടുക്കാൻ തുടങ്ങി. ഇതാണെങ്കിൽ ഞാൻ ഒപ്പം ക്യാമറ ഉണ്ടെങ്കിൽ ഏടുന്നാലും പാഞ്ഞു എത്തിക്കോളും. പിന്നെ സമയം കുറെ ബൈക്കണ്ട് വിചാരിച്ചിട്ട് ആടുന്നു ഇറങ്ങി. ഇത് പുറത്ത് കണ്ട ഒരു ലോണയാണ്. ഞാൻ ഈ സാധനം ആദ്യമായിട്ടാണ് നേരിട്ടാണെന്ന്. അപ്പോൾ ഓക്കെ ബൈ, ഞാൻ പോട്ടെ.